ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഓരോ നോമ്പുകാലവും നമ്മുടെ സ്വന്തം വിശ്വാസവും പ്രതിബദ്ധതയും വിലയിരുത്തുവാനുള്ള അവസരമാണല്ലോ. നോമ്പ് എന്നത് ആത്മീയമായി തിരഞ്ഞെടുക്കുവാനുള്ള വിശുദ്ധ കാലമാണ്. ഈ കാലഘട്ടം വിശ്വാസികളുടെ പശ്ചാത്താപം, ഉപവാസം, പ്രാർത്ഥന, ആത്മപരിശോധന എന്നിവയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുത്തു ചേരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു പദപ്രയോഗമാണ് പുതുതായി ജനിക്കുക. ഈ അനുഭവം എന്താകുന്നു എന്ന്, എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ നിക്കോദിമോസ് തൻ്റെ ജനത്തോടു കൂടെ പ്രവർത്തിക്കാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. പ്രധാനമായി ഇവിടെ 2 കാര്യങ്ങളാണ് നിക്കോദിമോസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഒന്നാമതായി, നിക്കോദിമോസ് ഒരു പരീശനായിരുന്നു. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും നല്ല വിഭാഗത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു നിക്കോദിമോസ്. രണ്ടാമതായി, നിക്കോദിമോസ് ഒരു പരീശനായിരുന്നു. പരീശന്മാരുടെ ഇടയിലേക്ക് നിക്കോദിമോസ് ചെല്ലുമ്പോൾ അവരിൽ ഒരാളായി മാറുകയായിരുന്നു നിക്കോദിമോസ്. എന്നാൽ തൻ്റെ വിശ്വാസം മൂലം തനിക്ക് ഒരിക്കലും യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എപ്പോഴും നിക്കോദിമോസ് ഇരുട്ടിൻ്റെ യാമങ്ങളിൽ മാത്രമാണ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് ശ്രമിച്ചത്. ഒരിക്കലും വെളിച്ചത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനോ, യേശുവിനെ കാണുവാനോ, യേശു തൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനോ നിക്കോദിമോസിന് കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അവൻ ഒരു യഹൂദ പ്രമാണിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ പകൽ വെളിച്ചത്തിൽ കാണുവാൻ അവന് സാധിക്കാതെ പോയത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന ഒരു ആശങ്കയും ഒരു ചായുതയുമായിരുന്നു നിക്കോദിമോസിന് ഉണ്ടായിരുന്നത്. എന്നാൽ യേശു കർത്താവ് നിക്കോദിമോസിനെ അവിടെ തിരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം, നീ ഒരു പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവത്തിലേക്ക് പ്രവേശിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ യേശു കർത്താവിനെ എപ്രകാരമാണ് കാണുന്നത്? പ്രകാശത്തിലാണോ, ഇരുട്ടിൻ്റെ മറവിലാണോ? പ്രിയമുള്ളവരെ, പ്രകാശത്തിൽ നാം കർത്താവിനെ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ ധാരാളമായ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും തരും. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തിൽ കൂടെ ഉദ്ഘോഷിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നാമും ഇരുട്ടിൻ്റെ സഞ്ചാരികളാണ്. വിശ്വാസമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ എപ്രകാരമായി തീരും എന്നതാണ് നമ്മുടെ ഇന്നത്തെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണിലേക്കാണ് നാം നോക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ നോക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് മറന്നു പോകുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്? പ്രിയമുള്ളവരെ, നമുക്ക് എത്രത്തോളം അതിന് ആത്മാർത്ഥമായി ഉത്തരം പറയാനായിട്ട് സാധിക്കും? ക്രിസ്തുവിനെ വെളിച്ചത്തിൽ അനുഗമിക്കുക. ക്രിസ്തു എന്ന മഹാസന്തോഷത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ക്രിസ്തു എനിക്ക് സകലത്തിലും മതിയായവനെന്ന് തുറന്ന മനസ്സോടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും, രാത്രിയിൽ സഞ്ചരിക്കുന്ന ക്രിസ്ത്യാനികളാകാതെ പകൽ വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുവാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് ഇടയാകണം. വീണ്ടും ജനിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തിലും കാരുണ്യത്തിലും നമ്മുടെ ഇടപെടലിൽ ഒക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു വീണ്ടും ജനനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധ്യമാകട്ടെ. നിക്കോദിമോസിനെ പോലെ ഒരിക്കലും ഇരുട്ടിൻ്റെ മറവിൽ ക്രിസ്തുവിനെ ആശ്രയിക്കാതെ, ക്രിസ്തു എന്ന വെളിച്ചമാകുന്ന ഈ ദിവ്യ രശ്മിയാൽ യേശുവിനെ വെളിച്ചത്തിൽ ഉദ്ഘോഷിക്കുവാനും വെളിച്ചമാകുന്ന ദൈവത്തെ സ്വീകരിക്കുവാനും നമുക്ക് ഏവർക്കും ഈ നോമ്പുകാലത്ത് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ പരിശുദ്ധവും ദൈവികവുമായ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കുവാനും ദൈവത്തോട് അടുത്തു വരുവാനും സഹായിക്കുന്ന ഈ പരിശുദ്ധമായ ഈ ദിനങ്ങൾ നമുക്ക് സാധ്യമാക്കുവാനും, മനുഷ്യരുടെ പാപങ്ങൾക്കായി നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടപ്പാടുകൾ ഓർത്ത് പശ്ചാത്തപിക്കുവാനും, അത് മുഖാന്തരമായി നമ്മുടെ ജീവിതത്തെ നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാനും, പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അടയാളമായും രൂപാന്തരത്തിൻ്റെയും രക്ഷയുടെയും അനുഭവങ്ങളിൽ നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ ക്രൂശിനെ നോക്കി ധ്യാനിക്കുവാനും യാത്ര ചെയ്യുവാനും വലിയവനായ ദൈവം ബലഹീനരായ നമ്മെ ഏവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.